പെപ്പർ ഫ്രൈ ആണ്. അത് ഞാൻ 1 കിലോ ഹമൂർ വാങ്ങിച്ചിട്ട് അതിൻ്റെ മീറ്റും, ചെറിയ ഹമൂറായിരുന്നു, അപ്പോൾ അതിൻ്റെ മുള്ളും തലയും ഒക്കെ കളഞ്ഞ് മീറ്റും മാത്രം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലത്തെ വലിയ 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഹമൂർ 2 ചെറിയ ഹമൂറായിരുന്നു 1 കിലോൻ്റെ. ഇത് ഞാൻ ഓരോ പീസും ഇതുപോലെ 2ആയി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒന്ന് മിക്സ് ആവാൻ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മീനിൽ തേച്ചൊന്ന് പിടിപ്പിക്കണം. നമുക്ക് മീനിലൊരു മസാല തേച്ചിട്ട് നമുക്കൊരു ½ an hour വെക്കാം. ഇതുപോലെ നമുക്ക് ഓരോ പീസ് മീനെടുത്ത് എല്ലാത്തിലും നന്നായി തേച്ച് ഒരു ½ an hour നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് വേപ്പില, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വിനിഗർ 1.5 ടീസ്പൂൺ വിനിഗർ. പുളിക്ക് വേണ്ടി വിനിഗറാണ് യൂസ് ചെയ്യുന്നത്. പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഈ മീൻ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കണ്ട, ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. പിന്നെ ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ചൂടാകുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് തിരിച്ചിടുമ്പോഴും ഒക്കെ ഒന്ന് പതുക്കെ ചെയ്യണം, പെട്ടെന്നത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്കിത് തിരിച്ചിടുമ്പോൾ പതുക്കെ അതുപോലെ തിരിച്ചിടാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മൊരിഞ്ഞാൽ മതിയാവും. ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വല്ലാതെ മൊരിച്ചെടുക്കണ്ട, ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. അതുപോലെ നമുക്കെല്ലാം തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മസാല തയ്യാറാക്കുന്നത് ഞാൻ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിച്ചത്. ഇപ്പോൾ നമ്മുടെ മീൻ ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പീസും ഇപ്പോൾ 8 പീസ് ഉണ്ട്. 8 പീസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ചൂടായപ്പോഴത്തേക്കും മീനൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് വേണം അതെടുക്കാനും മറിച്ചിടാനൊക്കെ. പെട്ടെന്ന് തന്നെ വേവുന്നൊരു മീനാണത്. ആയ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഇഞ്ചിയും, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും, ഒരു 4 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കൂടിയിട്ട് ആദ്യം നമുക്കൊന്ന് വഴറ്റാം. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്, അതൊന്ന് ആഡ് ചെയ്യാം. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച സവാള ആഡ് ചെയ്യാം. വേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം സവാള ഇടാം. സവാള ഞാൻ ഒരു 3 എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിഷിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നൊരു മസാല ഉണ്ടാവും. അത് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, പെപ്പറും മഞ്ഞളും മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മിൽ 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഒന്നുകൂടി നമുക്കിത് മൂടി വയ്ക്കാം. അങ്ങനെ സവാള നമുക്കിത് ഫ്രൈ ആയി കിട്ടണ്ട, നമുക്കിതുപോലെ ഇങ്ങനെ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മതി. നമ്മുടെ സവാളയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആകെ മസാലയായിട്ട് ചേർക്കുന്നത് ഈ മഞ്ഞളും പെപ്പറും മാത്രമാണ്, വേറെ മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഈ മസാല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ എടുത്തു വെച്ച വിനിഗർ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീയൊന്നും നല്ല ലോ ഫ്ലെയിമിലിടണം. ഇട്ടതിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് പതുക്കി മസാലയുടെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ സൈഡിലേക്ക് ഞാൻ കുറച്ച് മസാല നീക്കി വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ നീക്കി വെച്ച മസാല ഈ മീനിൻ്റെ മുകളിലായിട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള മസാലയൊക്കെ ഞാൻ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നല്ലോണം ഫില്ലാവണമെന്നൊന്നുമില്ല, ചെറുതായി ഒന്ന് ആയാൽ മതി. പിന്നെ ഈ മീൻ നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്നിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് നമുക്ക് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം വെച്ചാൽ 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. എന്താ വെച്ചാൽ ഓൾറെഡി ഫിഷും ഉള്ളിയൊക്കെ വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹമൂർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു മസാല അധികമൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിയൊക്കെ കൂട്ടി തന്നെ ചപ്പാത്തിയും ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഹമൂർ ഫിഷൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. നല്ല മീറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതപ്പോൾ വേറെ മസാലാസ് ഒന്നും ഇല്ലെങ്കിലും തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.